വീട് മാത്രമല്ല നൽകുന്നത്, നമ്മൾ ഒരു ഗ്രാമം തന്നെ ഏറ്റവും അത്യാധുനികവും എന്നാൽ പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഗ്രീൻ കൺസെപ്റ്റ്, എക്കോ കൺസെപ്റ്റിലുള്ള ഒരു ഗ്രാമം പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഏറ്റെടുത്ത് പറയേണ്ടതെന്ന് പറയുമ്പോൾ ലൈനായിട്ടുള്ള ബിൽഡിങ്ങുകളല്ല നമുക്കുള്ളത്. നമുക്ക് എല്ലാ വീടുകളും തന്നെ ക്ലസ്റ്ററുകളായിട്ടാണ് വീടുകൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലസ്റ്ററിൽ 8 മുതൽ 20 വരെ വീടുകളാണുള്ളത്. എല്ലാ വീടുകളും ഫേസ് ചെയ്യുന്നത് റോഡിലേക്കാണ്. ആ റോഡിന്റെ ചുറ്റും 5.5 മീറ്റർ വീതിയുള്ള റോഡ് ഉണ്ടായിരിക്കും. ആ റോഡിന്റെ നടുവിലൊരു നടുമുറ്റമുണ്ട്. ഈ നടുമുറ്റം ഒരു ഗ്രീൻ സ്പേസ് ആയിട്ട് നമ്മളവിടെ ചെടികളും മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ച് അവർക്ക് കൈമാറും. പിന്നീട് അവർക്ക് വൈകുന്നേരങ്ങളിൽ സായാഹ്നങ്ങൾ ചെലവഴിക്കുന്നതിനും കുട്ടികൾക്ക് കളിക്കുന്നതിനും വേണമെങ്കിൽ അവരുടെ ഒരു പൊതു അടുക്കള തോട്ടമായിട്ടൊക്കെ അത് ഉപയോഗിക്കാം. അതാണ് നമ്മുടെ ഏറ്റവും എടുത്തു പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ലിവിങ്. നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് അവരുടെ കുടുംബങ്ങളിലേക്ക് പിന്മാറുന്നതിന് പകരം ആ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൊരു ബേസിക് കൺസെപ്റ്റ്. പിന്നെ നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഇവിടെ ഒന്നും എന്താ പറയുക അണ്ടർഗ്രൗണ്ട് കേബിൾസ് ആണ് എല്ലാം. ഇലക്ട്രിസിറ്റി കണക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ അണ്ടർഗ്രൗണ്ട് UG കേബിൾ വഴിയാണ് ഇലക്ട്രിസിറ്റി കണക്ഷൻ വരുന്നത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്. നമുക്കിവിടെ ഓരോ വീട്ടിലും സെപ്റ്റിക് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ഇല്ല. അതിന് പകരം കേന്ദ്രീകൃതമായിട്ടുള്ള 10 സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ട്. ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഏറ്റവും പ്രത്യേകത എക്കോ STP എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. എക്കോ STP എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗട്ട് ബാക്ടീരിയ, ഇൻഡസ്ട്രിയൽ ബാക്ടീരിയയാണ് അതിന്റെ ഫസ്റ്റ് ഫേസ് തന്നെ അതിലൊരു സോളിഡ് ഫിൽട്രേഷൻ ഉണ്ട്. ഈ സോളിഡ് ഫിൽട്രേഷൻ കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ ഫിൽട്രേഷൻ ആണ്. ഈ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഈ പശുവിന്റെ ആമാശയത്തിലുള്ള ഗട്ട് ബാക്ടീരിയ, ആ ഗട്ട് ബാക്ടീരിയ തന്നെയാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, നമ്മളുടെ വിസർജ്യത്തെ ഭക്ഷിച്ചിട്ട് അതെന്ത് ചെയ്യും, അതൊരു ഓർഗാനിക് മാനുവറാക്കി അതിനെ മാറ്റും. അതിൽ കെമിക്കൽ ഇൻവോൾവ്മെന്റ് ഇല്ല, നമുക്ക് എനർജി ഇൻവോൾവ്മെന്റ് ഇല്ല, പൂർണ്ണമായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള എക്കോ ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. അതിനുശേഷം തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ വേറെ തന്നെ അതിലൊരു സാൻഡ് ഫിൽട്രേഷൻ ഉണ്ട്. സാൻഡ് ഫിൽട്രേഷൻ അല്ല, ഇതിന്റെ ഉള്ളിൽ തന്നെ ടാങ്കിന്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ 3 സ്റ്റേജ് ഉള്ളത്. ഈ 3 സ്റ്റേജ് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പുറത്ത് വരുന്ന വെള്ളം ഒരു സാൻഡ് ബയോ ഫിൽട്ടർ, നമ്മുടെ പ്ലാന്റ് ബയോ ഫിൽട്ടർ ഉണ്ട്. ഈ പ്ലാന്റ് ബയോ ഫിൽട്ടർ എന്ന് പറയുമ്പോൾ അവിടെ 3 തരം സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിക്കും. അത് കണ്ടാൽ പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം നേരിട്ട് പോയിട്ട് ബാംഗ്ലൂരും മറ്റ് ഇതേപോലെ ഉള്ള സ്ഥലങ്ങളിൽ പോയി നേരിട്ട് നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടം പോലെ തോന്നുള്ളൂ. പക്ഷേ ആക്ച്വലി എന്ന് പറയുമ്പോൾ അതൊരു പ്ലാന്റ് ബയോ ഫിൽട്ടർ ആണ്. ഈ പ്ലാന്റ് ബയോ ഫിൽട്ടർ കഴിഞ്ഞിട്ട് ദെൻ ഒരു സാൻഡ് ഫിൽട്രേഷനിലേക്ക് ചെല്ലും. ഈ സാൻഡ് ഫിൽട്രേഷൻ കൂടി കഴിഞ്ഞ് വരുന്ന വെള്ളം ഏകദേശം എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു കുടിവെള്ള യോഗ്യം, നമ്മൾ STP വെള്ളം നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കില്ല, പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കിണറുകളിലേക്കുള്ള വെള്ളത്തിന്റെ അതേപോലെ തന്നെ അത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കും നമ്മുടെ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് വരുന്നത്. അത് നമുക്ക് ഇവിടെ തന്നെയുള്ള ഈ ഗ്രീൻ സ്പേസിലേക്കുള്ള വാട്ടറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു പ്രൊപ്പോസൽ നമ്മൾ സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടൊരു എക്കോ ഒരു നാച്ചുറൽ ബേസ്ഡ് ഇതാണ്. മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഈ ഗ്രീൻ സ്പേസ്, എക്കോ STP, അതേപോലെ അണ്ടർഗ്രൗണ്ട് കേബിൾസ്, അതൊക്കെയാണ് നമ്മുടെ ഒരു മെയിൻ ഒരു ഡിസൈൻ കൺസെപ്റ്റ്. കുടിവെള്ളം കാരാപ്പുഴ ഡാമിൽ നിന്ന് വരുന്ന നമ്മുടെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുന്ന അതേ ലൈനിൽ നിന്ന് തന്നെ ഒരു ലൈൻ എടുത്തിട്ട് നമുക്കിവിടെ 9 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ഓവർഹെഡ് ടാങ്ക് ഉണ്ട്. അവിടെ തന്നെ നമ്മൾക്ക് കാരാപ്പുഴ ഡാമിൽ അതിന്റെ സമ്പിലേക്ക് പമ്പ് ചെയ്യാനുള്ള എനർജി മാത്രമേ ചിലവാകുന്നുള്ളൂ. അവിടുത്തെ ബൈ ഗ്രാവിറ്റിയാണ് നമ്മുടെ സമ്പിൽ വരുന്നത്. ആ സമ്പിൽ 9 ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. ആ സമ്പിൽ നിന്നും എല്ലാ വീടുകളിലേക്കും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ വരും. അത് ബൈ ഗ്രാവിറ്റി, നമുക്ക് എനർജി വേണ്ട, കറണ്ടിന്റെ യാതൊരു ആവശ്യവുമില്ല. അതിനുശേഷം ഓരോ വീട്ടിലും ഈ 9 ലക്ഷം ലിറ്റർ ടാങ്കിന്റെ കൂടാതെ ഓരോ വീട്ടിലും 1000 ലിറ്റർ ടാങ്കും കൂടി നമ്മൾ വെച്ചു കൊടുക്കുന്നത്. വേറെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത സോളാർ പ്ലാന്റ് ആണ്. ഓരോ വീട്ടിലും 2 kVA സോളാർ പ്ലാന്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗം വരികയാണെങ്കിൽ മാത്രമാണ് അവർക്ക് വൈദ്യുതി ചാർജ് വരികയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ കോമൺ സ്പേസിൽ 100 kVA സോളാർ പ്ലാന്റ് കോമൺ സ്പേസിൽ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ പൊതുവിടങ്ങളിലും, അത് കൂടാതെ ഓരോ വീട്ടിലുള്ള 2 kVA പ്ലാന്റ് കൂടാതെ 100 kVA പ്ലാന്റ് നമുക്ക് പൊതുവിടങ്ങളിലും വെക്കുന്നുണ്ട്. പിന്നെ അതിന്റെ നിർമ്മാണം കൂടി നിങ്ങൾ പ്രത്യേകം നോക്കണം. ഇത് വെറും ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ഇതെല്ലാം ഇവിടുത്തെ എല്ലാ കൺസ്ട്രക്ഷൻസും ഡിസാസ്റ്റർ റെസീലിയന്റ് ആണ്. അതായത് എർത്ത് റെസീലിയന്റ് കൺസ്ട്രക്ഷൻ ആണ്. ഇവിടെയുള്ള റോഡ് മാത്രമല്ല, വീട് മാത്രമല്ല, നമ്മുടെ ഈ ടാങ്ക് അടക്കം. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇത് ഈ 22 ലക്ഷം രൂപയൊക്കെ ചെലവ് വരുന്നത് എന്നുള്ളത്. ആ നമ്മുടെ എർത്ത് റെസീലിയന്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ കൊടുക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ അപ്പുറത്തും അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നോക്കിയാൽ മതി, നമുക്ക് 3, 4, 5 നില കെട്ടിടങ്ങൾക്ക് പോലും 45 സെന്റിമീറ്റർ വീതിയിലുള്ള നമുക്ക് പില്ലറുകളാണുള്ളത്. അതേസമയം ഇവിടെ നിങ്ങൾ ഒന്ന് നോക്കി നോക്കൂ, നമുക്ക് 90 സെന്റിമീറ്റർ 3 അടി വീതിയിലുള്ള കോൺക്രീറ്റ് പില്ലർ എന്നല്ല ഇതിന് പറയാം, കോൺക്രീറ്റ് ഷിയർ വോള്, കോൺക്രീറ്റ് ഭിത്തിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് 456/2000 നോംസ് പ്രകാരം ഡിസാസ്റ്റർ റെസീലിയന്റ് ആയിട്ട്, എർത്ത് ക്വേക്ക് റെസീലിയന്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ടാണ് ഇത്രയും തന്നെ നമുക്ക് കോസ്റ്റ് കുറച്ചും കൂടി കൂടുതൽ വരുന്നതും. അതും നമ്മളുടെ ഈ ഇതിന്റെ റീഹാബിലിറ്റേഷൻ മറ്റേ തന്നെ നമുക്കൊരു ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതല്ല, ഇതേപോലെ ഡിസാസ്റ്റർ റെസിലിയന്റ് ആയിട്ട് മാതൃക തന്നെ ഒരു പ്രകൃതി ദുരന്തങ്ങളെ പോലും അതിജീവിക്കുന്ന രീതിയിലുള്ള അത്രയും മാതൃകാപരമായിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ പ്രൊജക്ട്. വളരെ സീനിയർ ആയിട്ടുള്ള ഡൽഹിയിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ദശകങ്ങളുടെ 10, 30, 40 വർഷം ഈ മേഖലയിൽ പരിചയമുള്ള സീനിയർ ജേർണലിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. അതേപോലെ തന്നെ ഈവൻ വിദേശ സർവകലാശാലകളിൽ നിന്ന് വരെ ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ഇവരുടെ തിസീസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന പല കേസുകളുണ്ട്. വിദേശ സർവകലാശാലകൾ MArcന് വേണ്ടിയിട്ട്, അതേപോലെ PhD ആർക്കിടെക്ചർ PhDക്ക് വേണ്ടിയിട്ട് ഈ വയനാട് ടൗൺഷിപ്പ് തിസീസ് ആയിട്ട് എടുത്തിട്ടുള്ള ആളുകളുണ്ട്. അതേപോലെ ഇവിടെ തന്നെയുള്ള ഒരുപാട് നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്.